ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി പ്രശ്നോത്തരി മത്സരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപണം. പല ചോദ്യങ്ങൾക്കും ഉത്തരം മുഖ്യമന്ത്രി എന്നാണെന്നും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പാർട്ടി പ്രചാരണം നടത്തുകയാണെന്നും കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPSTA ആരോപിച്ചു. എന്നാൽ കുട്ടികൾക്ക് ഭരണകാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകാനാണ് പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ക്വിസ് മത്സരത്തിലെ ചോദ്യങ്ങൾ പൂർണ്ണമായും ഇടത് സർക്കാരിന്റെ പരസ്യ പ്രചാരണമാകുകയാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണവും ഇതോടെ ശക്തമായി. ക്വിസിൽ ഉൾപ്പെടുത്തിയ പല ചോദ്യങ്ങളുടെയും ഉത്തരം മുഖ്യമന്ത്രി എന്നാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA രംഗത്തെത്തി. അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ആര് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആക്ഷേപമുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ കേരള മോഡൽ വികസനം എന്ന വിഷയത്തിൽ ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള സർക്കാർ നീക്കം വിദ്യാർത്ഥികൾക്കിടയിൽ ഏകപക്ഷീയമായ രാഷ്ട്രീയ പ്രചരണം നടത്തുവാനുള്ള ശ്രമമാണ്. വിജ്ഞാനവും ചിന്താശേഷിയും വളർത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിന്റെ പരസ്യവേദികളാക്കി മാറ്റുന്നത് ജനാധിപത്യപരമായ വിദ്യാഭ്യാസ രീതിക്ക് നിരക്കാത്തതാണ്. പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള ഇത്തരം മത്സരങ്ങൾ വഴി സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കുവാനുള്ള വേദിയാക്കി മാറ്റുന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാർ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുട്ടികളിൽ നിർബന്ധപൂർവ്വം രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സംഘടന ആരോപിച്ചു. പൂർണ്ണമായും സർക്കാരിനെ പുകഴ്ത്തുന്ന ചോദ്യാവലി പുറത്തുവന്നതോടെയാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണിതെന്നും ഇതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും KPSTA ആവശ്യപ്പെട്ടു. എന്നാൽ കുട്ടികൾക്ക് ഭരണകാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകാനാണ് ക്വിസ് സംഘടിപ്പിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ജനം, തിരുവനന്തപുരം.